രക്ഷിക്കണേ. പിതാവിനെ പുത്രന്റെ ആ കഴിക്കാൻ എന്താ ഉള്ളേ? ദോശയുണ്ട്, പുട്ടുണ്ട്. എന്താ വേണ്ടേ? 2 ദോശ എടുക്ക്. എന്നായിരിക്കേ. കൊച്ചുതോമയുടെ ആ തട്ടുകട ഇരിക്കുന്ന സ്ഥലം ഉൾപ്പെടെ ഏതാണ്ട് 1.5 ഏക്കറോളം വരും. കൊച്ചുതോമ ഒഴിഞ്ഞു പോകുന്ന ഉറപ്പല്ലേ? രജിസ്ട്രേഷന് മുമ്പ് കൊച്ചുതോമായ ബലമായിട്ട് ഒഴിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. രാരിച്ച താൻ എന്താ പറഞ്ഞേ? എന്നെ ബലമായിട്ട് ഇവിടുന്ന് ഒഴിപ്പിക്കുന്നോ? എടോ, കൊല്ലം 10-15 ഞാൻ ഈ സ്ഥലത്ത് കച്ചവടം തുടങ്ങിയിട്ട്. അതിന്റെ തറവാടക തനിക്ക് കൃത്യമായിട്ട് തരുന്നുണ്ട്. എന്റെ തന്ത കാട്ടൂര് വറീത് ഉണ്ടാക്കിയിട്ടുള്ള മുതലൊന്നുമല്ലല്ലോ ഇത്. എടാ കൊച്ചുതോമ, ഞാനിത് വിൽക്കാൻ പോവാ. ഇനി നീ ഇവിടുന്ന് മാറിപ്പോണം എന്നൊരു വാക്ക് രാരിച്ചൻ പറഞ്ഞാ പോരെ? ആ നിമിഷം കൊച്ചുതോമ ഈ കടയും മടക്കി കെട്ടി ഇവിടുന്ന് പോവില്ലേ? എടോ, താൻ എന്നെ അങ്ങ് പേടിപ്പിച്ചോളൂ സാർ. ഈ സ്ഥലം വാങ്ങിക്കുന്നതിന് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ആ ആളെത്തില്ലോ. തോമ, ഒരു ചൂടൻ ഡബിൾ സോങ് ആയിക്കോട്ടെ. അത് പിന്നെ പ്രത്യേകം പറയണോ? കാലം എത്രയായി മേനോൻ സാർ ഇവിടുന്ന് ചായ കുടിക്കാൻ തുടങ്ങിയിട്ട്? ഇപ്പൊ ദിവസത്തിൽ ഇവിടുന്ന് ഒരു ചായ കുടിച്ചാലേ തൃപ്തി വരുമെന്നായി. എടോ, ഞാൻ ഈ രാരിച്ചന്റെ സ്ഥലം അങ്ങ് വാങ്ങാൻ പോവാ. അറിഞ്ഞു. എനിക്ക് സന്തോഷായി. എന്റെ ഹോട്ടലിന്റെ പണി തുടങ്ങുമ്പോ തനിക്കൂടെ കച്ചവടം പൊടിപൂരാവല്ലോ. ഒരുപാട് പണിക്കാരുണ്ടാവല്ലോ. പണിക്കാര് എത്ര വേണമെങ്കിൽ ആയിക്കോട്ടെ, അവർക്കുള്ളതെല്ലാം ഇവിടെ റെഡിയാ. അല്ല, തന്റെ മോൻ എന്തേ? കുഞ്ഞുമോൻ അവൻ പാല് മേടിക്കാൻ പോയിരിക്കുക. അവൻ വരുമ്പോ കൊടുത്തേക്ക്. ആ, നമുക്ക് രജിസ്റ്റർ ഒന്ന് കാണണ്ടേ? ഓട്ടോ. ഓ കൊച്ചുതോമ, അതിൽ 1000 രൂപ എനിക്ക് കടം തരുമോ? അടുത്ത ചന്തക്ക് തിരിച്ചു തരാം. ഇതിന്ന് 5 പൈസ ഞാൻ തരില്ല ദേവസിക്കുട്ടി. കാരണം ഇത് അദ്ദേഹം എനിക്കായിട്ട് തന്ന കാശല്ല. മേനോൻ സാറ് വൈകിട്ട് ഈ ക്ലബിൽ ചീട്ട് കളിക്കാൻ വരുമ്പോ കാശുമായിട്ട് എന്റെ മോൻ അവിടെ ഉണ്ടാവണം. അവന്റെ കയ്യിൽ നിന്ന് സാർ കൈനീട്ടം മേടിച്ചിട്ടാ കളി തുടങ്ങണത്. എന്റെ കുഞ്ഞുമോൻ സാറിന്റെ രാശിയാ, രാശി. ഐശ്വര്യമായിട്ട് മേടിച്ചാട്ടെ. സാറിന് എന്നെ ഇന്നും കാശ് കിട്ടും. കുഞ്ഞുമോന്റെ നാവ് പൊന്നാവട്ടെ. എന്നാൽ ഞാൻ കടയിലോട്ട്. ഒരു ദുശീലില്ലാത്ത മേനോൻ സാറിന് ഈ ചീട്ടുകളി ഒന്ന് നിർത്തിക്കൂടെ? എല്ലാം നിർത്തൂടോ. ഈ ക്ലബ് അടക്കം പൊളിച്ചിട്ട് ഹോട്ടൽ പണിയാൻ പോവല്ലേ? ആ പിന്നെ ചോലത്തടം രാഘവൻ ഇവിടെ കളിക്കാൻ വന്നിട്ടുണ്ട്. ആള് മഹാ കുഴപ്പക്കാരനാ. കളിച്ച് കാശ് പോയാ പിന്നെ അയാൾക്ക് പ്രാന്താ. സൂക്ഷിക്കണം. ചീട്ടുകളിയിൽ കള്ളത്തരം വേണ്ട രാഘവ. ചോലത്തടം രാഘവനെ കളി പഠിപ്പിക്കുന്നോടാ മായിന്റെ മോനെ. മേനോൻ സാറിന് വിടാൻ. ആ രാഘവനെ ഞാൻ ചത്ത. എന്റെ മാതാവേ, എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പനെ തല്ലുന്നണ്ട എനിക്ക് സഹിക്കില്ല. ഇനി അവൻ ചാവാതെ ജീവനോടിരുന്ന് നിന്നവൻ ബാക്കി വെച്ചിട്ടില്ല. എനിക്കാളെ പേടിയൊന്നുമില്ല. ഇത് കണ്ട ഞാനിത് കളഞ്ഞു അപ്പം വിചാരിച്ചേ. നീ ഇതിങ്ങോട്ട് തന്നേ.
എനിക്ക് നീ മാത്രമേ ഉള്ളൂ. നീ ഇനി ഇവിടെ നിൽക്കണ്ട. കോഴിക്കോട്ട് എൻ്റെ ഒരു ചെങ്ങാതി ഉണ്ട്, അബ്ദു. നീ അവന്റെ അടുത്തേക്ക് വിട്ടോ. എല്ലാം ഒന്ന് ആര് തണുക്കുമ്പോ ഞാൻ നിന്നെ വിളിച്ചോളാം. അയാൾ എന്നെ അപ്പനെ എങ്ങാനും തല്ലാൻ വരുമ്പോ ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ നീ ആരാ? ദാരാസിംഗോ? എന്നെ അയാളൊന്നും ചെയ്യില്ല. ദേഷ്യം മുഴുവൻ നിന്നോടായിരിക്കും. രാത്രിയിലത്തെ ട്രെയിൻ തന്നെ വിട്ടോ. ഞാൻ ഹോസ്പിറ്റലിൽ പോയിരുന്നു. രാഘവനെ ICUയിൽ നിന്ന് മുറിയിലേക്ക് മാറ്റി. ഇനി പേടിക്കാനൊന്നുമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. കേസ് പിൻവലിക്കാനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ രാഘവൻ എന്നും കുഞ്ഞുമോനോട് പ്രശ്നമായിരിക്കും. പിന്നെ താൻ എപ്പോഴും എന്നോടൊരു പരാതി പറയാറില്ലേ എന്റെ ചീട്ടുകളിയെ കുറിച്ച്? ഞാനതങ്ങ് നിർത്തി. കർത്താവിന് നന്ദി. ഞാൻ വീണ്ടും സിംഗപ്പൂർക്ക് പോവാം. ഇനി അവിടുത്തെ ബിസിനസ് ഒക്കെ കൂടുതൽ ശ്രദ്ധിച്ചാലേ എന്റെ ആഗ്രഹം പോലെ ഇവിടെ ഒരു സ്റ്റാർ ഹോട്ടൽ പണിയാൻ കഴിയും. ഞാൻ ഈ ഹോട്ടൽ തുടങ്ങിയാലും എന്റെ ചായ തന്റെ തട്ടുകടയിൽ തന്നെയായിരിക്കും. താൻ ഒരിക്കലും ഇവിടെ നിന്ന് ഒഴിയുന്നില്ല. ഈ കടയിരിക്കുന്ന 3 സെന്റ് സ്ഥലം ഞാൻ തന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ദാ അതിന്റെ ആധാരം വാങ്ങിക്കടോ. എവിടെയാ തന്റെ കുഞ്ഞുമോൻ? അവന്റെ കയ്യിൽ നിന്ന് ഒരു ₹1 നാണയം കൈനീട്ടം വാങ്ങിയിട്ട് വേണം എനിക്ക് വൈകിട്ടത്തെ ഫ്ലൈറ്റിൽ സിംഗപ്പൂർക്ക് പോവാൻ. അവൻ എന്തടോ? എവിടെ അവൻ? ആ രാഘവനെ പേടിച്ച് അവനെ ഞാൻ കോഴിക്കോട്ടേക്ക് അയച്ചു. ആർക്കും എപ്പോ വേണേ വെക്കാം. 5 വെച്ച 10, 10 വെച്ച 20, 20 വെച്ച 50, 50 വെച്ച 100. ആർക്കും വെക്കാം എപ്പോ വേണേ വെക്കാം. 10 വെച്ച 20, 20 വെച്ച 50. ഗുലാൽ വെക്കാൻ ആരില്ലേ? ആർക്കും വെക്കാം. ഗുലാലിൽ വെച്ച് കഴിഞ്ഞു. ഗുലാലിൽ വെച്ച് ഞാൻ കിട്ടാൻ പോകുന്നു. ലക്കി ഗുലാൻ. ഇതാ കത്ത്. കൊച്ചുതോമാന്റെ മോന ചങ്ങായിന്റെ മോന കുഞ്ഞുമോൻ കൊച്ചിയിൽ നിന്ന് വരിക. ഇനി ഇവൻ എന്റെ ഒപ്പം ഈ കോഴിക്കോടിനുണ്ടാവും. ഓനടിച്ച് കോണ്ടറ്റി കിടക്കാൻ. അതെ അതെ, നിറച്ച് പണ്ടവും പണം ഉണ്ടല്ലോ. നമുക്കടിച്ച് മാറ്റിയാലാ. പക്ഷെ ഈ ഡോർ ഇങ്ങനെ തുറക്കുക. എന്താണ് നോക്കി നിൽക്കുന്നേ? പോടാ പോടാ. പോടാ മനസ്സിലായില്ലേ? പോടാ പോടാ. എന്താണ് നോക്കി പഠിപ്പിക്കുന്നേ? പോടാ പോടാ. അയ്യോ വെങ്കടാചലപതി, ഞാനിത് എവിടെയാണ്? എന്റെ സ്വർണ്ണമൊക്കെ എവിടെ പോയി? വെങ്കടാചലപതി, നീ എല്ലാം ഉണ്ടോന്ന് ശരിക്കും നോക്കിക്കോ. എല്ലാമുണ്ട്. എവറിങ് ഈസ് ഓൾ റൈറ്റ്. എന്റെ സ്വർണ്ണക്കടയുടെ ഉദ്ഘാടനമാണ് നാളെ. ആ സന്തോഷത്തിൽ ഞാൻ കുറച്ച് സാപ്പിട്ട് പോയി. അതിരിക്കട്ടെ, നീ ആരാണ്? ഹു ആർ യു? ഞാൻ ആരായാലും നിങ്ങൾക്ക് എന്താ? ഒരു അപേക്ഷ ഉണ്ട്. ഇതുപോലൊരു വലിയ വീടുണ്ടായിട്ടും കുടിച്ച് ബോധമില്ലാതെ വഴി കിടന്ന് നല്ല മനുഷ്യരെ വെറുതെ വഴിതെറ്റിച്ച് കള്ളന്മാരും കൊലപാതകങ്ങളും ആക്കരുത്. പറട്ടെ സ്വാമി. എന്താ? നീ ആള് കൊള്ളാമല്ലോ. ചെറിയ ആളും വലിയ വായിലെ സംസാരവും. You are smart. What's your name? കുഞ്ഞുമോൻ. ഇവിടെ എല്ലാരും ഗുലാന്ന് വിളിക്കും. ഇത് വെച്ചോളൂ, a token of gratitude. വേണ്ട സ്വാമി, അധ്വാനിക്കാത്ത കാശ് സ്വന്തമാക്കരുതെന്ന് എന്റെ അപ്പൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. പറട്ടെ സ്വാമി.
തോമേട്ട ഒരു കഷ്ണം പുട്ട്. ശത്രു ദാ അവിടെ പുട്ട് ചോദിക്കണ്ട്. ആണോ? പുട്ടകത്തായിക്കൊണ്ടിരിക്കുക. ആവി വന്നു, ഇപ്പൊ പുറപ്പെടും. ഹലോ പ്ലീസ് സിറ്റ് ഡൗൺ. ചാറ് ചാറ് കൊറേ ആയല്ലോ, ഒരു കറി മേടിക്കടോ. എന്തായി? എന്താ വേണ്ട സായിപ്പേ? ഹായ് വാട്ട് യു വാണ്ട് എന്ന് ചോദിക്കടാ. വാട്ട് യു വാണ്ട്? എവിടത്തെ സായിപ്പായിട്ട് എന്താ കാര്യം? സ്റ്റാർ ഹോട്ടലിലെ താമസവും ഈ തട്ടുകടയിലെ ഫുഡും. അതാടാ ഈ കൊച്ചു തോമയുടെ കൈപുണ്യം. ഒരു പ്രാവശ്യം ഇവിടുന്ന് ദോശയും ചമ്മന്തിയും കഴിച്ച ഈ സായിപ്പല്ല അവന്റെ അപ്പാപ്പൻ വരെ കപ്പല് കയറി ഇവിടെ വരും. പോടാ. കപ്പലിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്, നീ വാസ്കോഡിയാമനെ പറ്റി കേട്ടിട്ടുണ്ടോ? അതെന്ത് സാധനമാണ്? കോഴിക്കോട് ആദ്യമായിട്ട് കാലുകുത്തിയ ആള്. അതുവരെ അയാൾ കൈകുത്തിയാണ് നടന്നിരുന്നത്. പോടാ പോടാ പോടാ. ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കട്ടത് സത്യം. മണിയടിച്ചു. ഗാന്ധിജിയുടെ വലങ്കയ്യായിരുന്ന ആളറിയില്ല. ഹലോ ഹലോ, ഐ ആം ചന്ദ്രശേഖര മേനോൻ ഫ്രം സിംഗപ്പൂർ. ചോദിച്ചത് കേട്ടില്ലേ? ബാറ്റു ബാണ്ടെന്ന്. Can I speak to കൊച്ചു തോമ? അവിടൊന്നും ബാറ്റു ബാണ്ടാണല്ലോ. മലയാളം പറയട പട്ടി. അതെ, പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായില്ല. ആരെ വേണ്ടേ? എന്താ വേണ്ടേ? ഐ എം സോറി, കൊച്ചു തോമയ്ക്കൊന്ന് കൊടുക്കൂ. എന്റെ മുതലാളി തോമേട്ടക്കൊന്ന് കൊടുക്കണോന്നാ? ഒരിക്കലും ഞാനാ ചെയ്യില്ല. നീ ആരോടാ ഈ സംസാരിക്കണേ? ഒരുത്തൻ തോമേട്ടനിട്ടൊന്ന് കൊടുക്കാൻ പറയണേ. നീ ആ ഫോൺ ഇങ്ങോട്ട് തന്നേ. അങ്ങോട്ട് വരാൻ പറ്റില്ല, ഇങ്ങോട്ട് വാ. കഴുത പോയി ദോശ മറിച്ചിട. ദോശ മറിച്ചിടാനാ? തല്ലാനാ? ഹലോ, ഞാൻ കൊച്ചു തോമ. ആരാ സംസാരിക്കണേ? എടോ, ഞാൻ മേനോനാടോ. എന്റെ ഈശോയെ, ഈ ശബ്ദം കേട്ട കാലം മറന്നു. എന്താ വിശേഷിച്ച്? ഒരു വലിയ വിശേഷം പറയാനാ വിളിച്ചത്. എടോ, ഞാൻ ഇവിടുത്തെ ബിസിനസ് ഒക്കെ അങ്ങ് അവസാനിപ്പിക്കുക. ബാക്കിയുള്ള കാലം നമ്മുടെ നാട്ടിലെ മണ്ണും പച്ചപ്പും കണ്ട് ആ ഹോട്ടലിൽ നടത്തി ജീവിക്കാൻ തീരുമാനിച്ചു. അതാ നല്ലത്. എന്റെ മോളുടെ കല്യാണം ഗുരുവായൂർ വെച്ച് നടത്തണമെന്നുണ്ട്. അത് അവളുടെ അമ്മയുടെ ആഗ്രഹമായിരുന്നു. നല്ലൊരു ചെറുക്കനെ കണ്ടുപിടിക്കേണ്ട ചുമതല ഞാൻ തന്നെ ഏൽപ്പിക്കുകയാണ്. എന്റെ കർത്താവേ, ലക്ഷ്മി മോൾക്ക് കല്യാണ പ്രായമായ. ഞാൻ ഈ ഹോട്ടലിന്റെ ഉദ്ഘാടനത്തിന്റെ അന്ന് കണ്ടതാ. ഫോൺ മോൾക്കൊന്ന് കൊടുത്തേ. അവൾ ഇവിടെ ഇല്ല, പുറത്തു പോയിരിക്കാൻ. വൈശാഖ്, മാനേജർ വരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ജിം എവിടെ ഉണ്ട്? ക്യാബിനിലുണ്ട്. കുളിത്ത സാറേ, മേനോൻ സാറ്. എന്താടോ മേനോൻ സാർ ചത്തോ? എപ്പോ? ഞാൻ അറിഞ്ഞില്ല. താൻ എന്താ പറയാമെന്ന് വെച്ചാ പറഞ്ഞു തൊലക്കേ. അല്ല പിന്നെ മേനോൻ സാറ് സിംഗപ്പൂരിലെ ബിസിനസ് എല്ലാം അവസാനിപ്പിച്ച് ഇങ്ങോട്ട് തിരിച്ചു വരാൻ പോണെന്ന്. തന്നോടാരാ പറഞ്ഞു? ദേ മുമ്പിലെ തട്ടുകട നടത്തുന്ന കൊച്ചു തോമ. ഇത്രയും കാലം ഈ ഹോട്ടലിൽ കിടന്ന് നിങ്ങൾ വലുതായിട്ടും ഞാൻ ചെറുതായിട്ടും വെട്ടിച്ചും തട്ടിച്ചും അല്ലേ നമ്മൾ മാന്യമായിട്ട് ജീവിച്ചു പോന്നത്. ഇനിയിപ്പോ പൊന്മുട്ടയിടുന്ന ഹോട്ടൽ താറാവിനെ തിരിച്ച് ഏൽപ്പിക്കേണ്ടി വരൂല്ലേ ഈശ്വര? അച്ഛനൊന്ന് രവിയോട് വിളിച്ചു ചോദിച്ചേ, അങ്ങനെ വല്ല പദ്ധതി മേനോൻ സാറിന്റെ മനസ്സിലുണ്ടോന്ന്. ഏതായാലും സാറിന്റെ ഒരു മോനെ തന്നെ സിംഗപ്പൂരിൽ മേനോൻ സാറിന്റെ ജനറൽ മാനേജർ ആക്കിയതുകൊണ്ട് കാര്യങ്ങൾ എളുപ്പമായി. ഹലോ. ആ മോനെ, അച്ഛനാടാ. അച്ഛൻ വിളിച്ചതിന്റെ കാര്യം പിടികിട്ടി. അറിഞ്ഞതെല്ലാം സത്യമാണ്. മേനോൻ സാറ് പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്ന് ഞാനും കരുതിയില്ല. അതിനെക്കുറിച്ച് ഓർത്ത് അച്ഛൻ വിഷമിക്കണ്ട. വേണ്ട കാര്യങ്ങൾ വേണ്ട വിധത്തിൽ ഞാൻ ചെയ്തു കഴിഞ്ഞു. നീ എന്റെ മോൻ തന്നെ. നീ ഇതൊക്കെ എങ്ങനെയാ ഒറ്റയ്ക്ക് അവിടെ? അതിന് ഞാനിവിടെ ഒറ്റയ്ക്കല്ലല്ലോ. എൻ്റെ ക്യാരക്ടറുമായി സഹകരിച്ച് പോകാൻ പറ്റിയ ഒരാളെ ഒത്തുകിട്ടി. ഓഫീസിലെ ചീഫ് അക്കൗണ്ടന്റാ ഞാനാ മേനോൻ സാറിന് അയാളെ പരിചയപ്പെടുത്തിയത്. നൗ ഹീ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. നോർത്ത് ഇന്ത്യനാ. വൺ മിസ്റ്റർ ഗാവൻ ജോസഫ്. ശരി അച്ഛാ. മൈ ഫാദർ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഉടനെ നടക്കണം. मैं हमेशा तुम्हारे साथ हूँ, पर मुझे पैसे चाहिए. कंडीशन याद है ना? 50-50. തീർച്ചയായും എന്ത് വേണമെങ്കിലും തരാം. പക്ഷേ മേനോൻ നാട്ടിലെത്തരുത്. डोंट वरी, मेनोन को मैं संभाल लूंगा. മേനോൻ സാർ, ഇവിടെ പോലീസ് റെയ്ഡ് നടക്കണം. നടക്കട്ടോ, നമ്മളെല്ലാം അപ് ടു ഡേറ്റ് അല്ലേ? പിന്നെന്താ കുഴപ്പം? ഞാൻ ഉടനെ വരാം. എന്താച്ചാ? അത് ബിസിനസ് എല്ലാം പെട്ടെന്ന് നിർത്തി നാട്ടിലേക്ക് പോകുന്നു അറിഞ്ഞപ്പോ ഗവൺമെന്റിന് എന്തോ ഡൗട്ട്, എന്തോ സെർച്ചോ മറ്റോ. എന്തെങ്കിലും കുഴപ്പം?
ഏയ് നത്തിങ്. ഞാൻ ഒന്ന് പോയിട്ട് വരാം. Sir, I didn't get. What was our mistake? No more question. Where is your MD? I want to see him. രവീന്ദ്രൻ, നമ്മുടെ ചീഫ് അക്കൗണ്ടന്റ് ആയിരുന്ന ഗാവൻ ജോസഫ് ഒരു ക്രിമിനൽ ആയിരുന്നു സർ. അവനുമായി ബന്ധപ്പെട്ട പോലീസ് ഇവിടെ എത്തിയത്. അവൻ ഈ കമ്പനിയുടെ പാർട്ട്ണർ ആണെന്നും കാണിച്ച് വ്യാജരേഖയുണ്ടാക്കി ഒരു വൻ തുക ഇവിടുത്തെ സിറ്റി ബാങ്കിൽ നിന്നും വെട്ടിച്ചെടുത്ത് രാജ്യം വിട്ടു. നമ്മുടെ എല്ലാ ഇടപാടുകളും ഗവൺമെന്റ് ഫ്രീസ് ചെയ്തു. Sorry, Mr. Menon. You are under arrest. Officer, I am innocent. You must prove it in the court of law. हेलो रवि साहब, गावन जोसेफ मलेशिया से. ഹലോ ഗാവൻ ജി, എല്ലാം സക്സസ്. ആ മേനോൻ ഇനി പുറം ലോകം കാണില്ല. मेरा कंडीशन नहीं भूलना. ഓക്കെ, എല്ലാം പറഞ്ഞ പോലെ തന്നെ 50-50. ओके. ഈ സമയത്ത് ടെൻഷൻ അടിച്ചിരിക്കുകയല്ല വേണ്ടത്. അച്ഛനെ പുറത്തിറക്കാനുള്ള വഴിയാണ് ആലോചിക്കേണ്ടത്. ഇന്ത്യൻ മണി ഏകദേശം 10 കോടി രൂപ കോടതിയിൽ കെട്ടിവെച്ചാലേ സാറിന് ജാമ്യം കിട്ടും. ഞാനിവിടെ പലരുമായി സംസാരിച്ചു നോക്കി. സാറിന്റെ ഈ അവസ്ഥയിൽ എല്ലാവരും കൈയൊഴിഞ്ഞു. ഇനിയിപ്പോ ഞാൻ ആലോചിച്ചിട്ട് ഒറ്റ വഴിയെ കാണുന്നുള്ളൂ. എത്രയും പെട്ടെന്ന് നാട്ടിലെ ഹോട്ടൽ അങ്ങ് ഡിസ്പോസ് ചെയ്യാം. ഈ അവസ്ഥയിൽ ഹോട്ടൽ വിൽക്കാന്ന് പറഞ്ഞ ഹോട്ടൽ അച്ഛന്റെ പേരിലല്ലേ? അതും ശരിയാ. ലക്ഷ്മിക്കാണെങ്കിൽ സിംഗപ്പൂർ വിടണമെങ്കിൽ ധാരാളം ഫോർമാലിറ്റീസ് മറികടക്കണം. ഞാനൊരു സജഷൻ പറയട്ടെ. എന്റെ അച്ഛൻ സാറിന്റെ ഏറ്റവും അടുത്ത വിശ്വസനാണല്ലോ. അച്ഛന്റെ പേർക്ക് സാർ ഒരു പവർ ഓഫ് അറ്റോർണി തന്നാ മതി. ബാക്കി ഞാൻ ഏറ്റു. പക്ഷെ അതിനും വേണ്ട ഗവൺമെന്റ് പെർമിഷൻ. ഞാൻ എംബസിയുമായി ബന്ധപ്പെട്ട് എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്. പക്ഷെ സാർ സമ്മതിക്കണം. അച്ഛനെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. എന്റെ മോൾക്ക് വേണ്ടി ഞാൻ കരുതി വെച്ചതാ അച്ഛന് വേണ്ടി ഇപ്പൊ നഷ്ടപ്പെടാൻ പോകുന്നത്. അതിനേക്കാളൊക്കെ വലുത് എനിക്ക് എന്റെ അച്ഛനാ. എത്രയും പെട്ടെന്ന് ഞാൻ ഹോട്ടൽ വിറ്റ് പണവുമായി വരും. സാറിനെ ഇവിടുന്ന് റിലീസ് ചെയ്യുകയും ചെയ്യും. ഐശ്വര്യമായിട്ട് അച്ഛൻ ഇതങ്ങ് വാങ്ങിച്ചട്ടെ. ഹോട്ടൽ രാജ് പാലസിന്റെ പവർ ഓഫ് അറ്റോർണി. എനിക്കിനി ചത്താലും വേണ്ടില്ല. മേനോൻ സാറിന്റെ കുടുംബത്തിലെ കാര്യസ്ഥന്റെ മോനായി പിറന്ന് ഒടുവിൽ മേനോൻ സാറിന്റെ സ്വപ്നമായിരുന്ന സ്റ്റാർ ഹോട്ടലിന്റെ ഉടമയായി മാറിയ ശ്രീധരൻ ഉണ്ണിത്താണ് എന്റെ ആശംസകൾ. ആ, നീ മോളെ കൊണ്ട് വീട്ടിലേക്ക് വെക്കോ, ഞങ്ങള് ഹോട്ടലിലേക്കാ. എന്റെ പേരിൽ കിട്ടിയ ഹോട്ടല് എനിക്ക് ശരിക്കും ഒന്ന് കാണണം. ഒന്ന് നിർത്തിക്കേ. അച്ഛനെന്താ ഈ ഹോട്ടൽ ആദ്യം കാണുന്ന പോലെ? എടാ, കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ ഈ ഹോട്ടൽ കാണുന്നതാ. പക്ഷെ ഇത്രയും ഭംഗി എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. സ്വന്തം പോലെ ആകുമ്പോ ഭംഗി കുറച്ച് കൂടും. പക്ഷെ എന്ത് കാര്യം, ശകുനം മുടക്കിയായിട്ട് നിൽക്കല്ലേ ആ തട്ടുകട. നാശിച്ച വർഗങ്ങള്. എന്താ മേട്ടാ? ഇവന്മാരെന്താ പൊട്ടം പൂരം കണ്ട പോലെ നോക്കി നിൽക്കണേ? അതേട്ടാ, നീ പോയി പുട്ടൂത്ര. മരമണ്ടം മേനോന്റെ ഒരു സിമ്പതി. ഇവനൊക്കെ എങ്ങനെ ഒഴിപ്പിക്കുമെന്നാ നീ പറയുന്നേ? ഒന്ന് ശ്രമിച്ചു നോക്കാം. ആദ്യം നൈസായിട്ട്, പിന്നെ ഷാർപ്പായിട്ട്. ആ ഹോട്ടലിൽ ചിലപ്പോ താൻ വിലക്ക് മേടിച്ചിട്ടുണ്ടാവാം. പക്ഷേ എന്നെ വിലക്ക് മേടിക്കാൻ തനിക്ക് കഴിയില്ല. ഇനി ആ സ്ഥലത്തിന്റെ തൂക്കത്തിന് എത്ര സ്വർണ്ണക്കട്ടി തരാന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. എടോ ഉണ്ണിത്താനെ, മേനോൻ സാറ് എന്ന എന്റെ ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ച് തന്നത് ആ സ്ഥലം. ആ വലിയ മനുഷ്യനെ ഞാൻ ദിവസവും മനസ്സാൽ പൂജിക്കുന്ന സ്ഥല ആ തട്ടുകട. ആരാധനാലയം ആരെങ്കിലും വിൽക്കോടോ? അപ്പൊ അതിന് വെച്ച വെള്ളം പുതുപ്പണക്കാരൻ അങ്ങ് വാങ്ങി വെച്ചേക്ക്. ശത്രു വാടാ. ഇവൻ ഒരു നടക്കി പോകുകയല്ല.
ഒരല്പം ബുദ്ധി പ്രയോഗിച്ചപ്പോ കോടികൾ ആസ്തിയുള്ള ഹോട്ടൽ സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയാണോ ഈ 3 സെന്റിൽ നിൽക്കുന്ന തട്ടുകട? രവിയേട്ടാ, ഈ കേസ് എനിക്ക് വിട്ടേക്ക്, ഞാൻ കൈകാര്യം ചെയ്തോളാം. നീ എന്നും രാവിലെ നേരം വെയിറ്റ് ആണല്ലോ വരുന്നത്. ഞാൻ എന്നും രാത്രി നേരത്തെ പോണുണ്ട്, അതിനാരും ഒന്നും പറയുന്നില്ല. നീ കട അടക്കില്ല, ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കാട്ടും. എല്ലാം തീർന്നു, കട അടയ്ക്കാൻ പോവാ. എന്തെന്നേക്കുവാ ഈ കട അടപ്പിക്കാനാ ഞാൻ വന്നത്. ആ ഹോട്ടലുകാർ ഈ സ്ഥലത്തിന് പറയണ കാശ് തരുമായിരുന്നല്ലോ കൊച്ചുമാമ. ഇതിപ്പോ എനിക്ക് വെറുതെ എഴുതി തരേണ്ട ഗതികേടാണല്ലോ. കൊച്ചുമാമ ഇതിലൊന്ന് ഒപ്പിട്ടേ. എന്താ ഇത്? ഈ തട്ടുകട ഇരിക്കുന്ന സ്ഥലം എനിക്കോ ഞാൻ നിർദ്ദേശിക്കുന്ന ആളിനോ തീര് തന്നു കൊള്ളാമെന്നും ഇതിന്റെ മുഴുവൻ തുകയും അഡ്വാൻസായി കൈപ്പറ്റിയിരിക്കുന്നു എന്നുള്ള കരം. ഒപ്പിട്ടേ. ഒപ്പിടോ. എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ ഇതിൽ ഒപ്പിടില്ല. കൊണ്ട് ഒപ്പിടിപ്പിക്കാമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇതാരോടെങ്കിലും പറയുകയോ പോലീസിൽ പരാതിപ്പെടുകയോ ചെയ്താൽ ഈ ടിപ്പർ ഞാൻ കയറ്റിയിറക്കും ഈ നെഞ്ചത്തൂടെ. കേട്ടോ? കുഞ്ഞോനെ വിവരം അറിയിക്കണ്ടേ? ഇങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് കുഞ്ഞുമോൻ അറിയണ്ട. ഏതൊരു മോനും ആഗ്രഹം കാണില്ലേ അവസാനമായിട്ട് സ്വന്തം അപ്പനെ ഒരു നോക്കൊന്ന് കാണണമെന്ന്? അപ്പൊ ഞാൻ ചാവാൻ കെടുക്കാണെന്നാണോ നീ കരുതിയത്? ഇപ്പോഴല്ല, പിന്നെ. സംഗതി ആശുപത്രിക്കാര് പോലീസിൽ അറിയിച്ചിട്ടുണ്ട്. പോലീസ് ടിപ്പർ വാസുവിനെ പൊക്കും. ടിപ്പർ വാസു തോമേട്ടനെ തട്ടുകയും ചെയ്യും. ഞാൻ തട്ടും പുറത്തുനിന്ന് വീണ് കയ്യും കാലും ഒടിഞ്ഞ ടിപ്പർ വാസു എന്ത് പെടുത്തതാ? അത് ശരി, ടിപ്പർ വാസുവിന്റെ ഭീഷണിക്ക് മുമ്പിൽ തോമേട്ടൻ കീഴടങ്ങിയല്ലേ? നിങ്ങൾ എങ്ങനെ കുഞ്ഞുവന്റെ അപ്പനായിട്ട് ജനിച്ച്? എടാ ശത്രു, കഴിഞ്ഞ പ്രാവശ്യം അവൻ ഇവിടെ വന്നപ്പോ ധ്യാനം കൂടിച്ചിട്ട് അവനെ ഞാൻ കോഴിക്കോട്ടേക്ക് വിട്ടത്. അവൻ അവിടെ പള്ളിയും പ്രാർത്ഥനയൊക്കെ ആയിട്ട് മനസമാധാനത്തോടുകൂടി കഴിയാണ്. എനിക്ക് എന്തെങ്കിലും പറ്റിയെന്നറിഞ്ഞാൽ അവന്റെ നോമ്പ് തെറ്റും. വെറുതെ എന്തിനാ അവനെ പുകച്ച് ചാടിച്ച് ജയിലിൽ ഉണ്ട തീറ്റിക്കണേ? வணக்கண்ணா, நேர வீட்டுக்கா பாருக்கா இல்ல சின்ன வீட்டுக்கா? முதல்ல நான் குலான பார்க்கணும். நான் உள்ள போறது காரணமே அவன் தான்டா. வண்டி എന്റെ ഈശ്വര, ഈ പാണ്ടി ജയിലിൽ നിന്ന് ഇറങ്ങിയ എങ്കടാ ഗുലാൻ சொல்றா, അവൻ എങ്ക இருக்கா? എന്റെ പൊന്ന് കില്ലാടി ചേട്ടാ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി ഇവിടുന്ന് വല്ലതും കഴിച്ചിട്ട് കഴിഞ്ഞതെല്ലാം മറന്നുകളാ. மறக்கணுமா? என்ன 6 மாசம் ஜெயில போட்டான குலான், அவனை நான் மறக்கணுமா? எங்கடா குலான்? தெரியாது தெரியாது தெரியாது, சத்தியமாയിട്ട് ஏய் சக்கலிங்க, அச்சு உடையிடாத கடையில அச்சு தூள் கிளப்புங்க. എന്റെ പൊന്നെന്നെ ഒന്നും നശിപ്പിക്കില്ല. ഉത്തര, എന്താ ഇവിടെ പ്രശ്നം? നമ്മുടെ ഗുലാനിത് അവിടെ പോയി. പുള്ളി ഒരിക്കലും പഠിക്കാൻ പറ്റാത്ത പണി പഠിച്ചോണ്ടിരിക്കുക. എന്ത് പണിയാ? ഡാൻസ് പഠിച്ചോനെ. ഡാൻസാ? മരിക്കുന്നതിന് മുമ്പ് ഡാൻസും കൂടെ പഠിച്ച് അരങ്ങേറ്റം നടത്തിക്കൊള്ളാൻ അങ്ങനെ ശപഥം ചെയ്തേക്കല്ലേ. ഓ, ഇനി എന്തൊക്കെ കാണേണ്ടി വരും എന്റെ ഈശ്വരാ. ഞാനങ്ങ് ചവിട്ടില്ല ടീച്ചറെ. എന്താ അവിടെ? എന്റെ കാലിൽ ചവിട്ടി. അത് ഈ കുട്ടിക്ക് താളമില്ലാഞ്ഞിട്ടായിരിക്കും. താളം തെറ്റിച്ചത് ആ കുട്ടികളല്ല, കുട്ടിയാ. അത് ടീച്ചർ താളം വിട്ടെന്റെ കുഴപ്പമായിരിക്കും. എനിക്ക് താളമൊക്കെ ഉണ്ട്.
അത് ഞങ്ങൾ കൂടി തോന്നണ്ടേ? ഒരു വിദ്യാർത്ഥിയോട് ടീച്ചർ ഒരിക്കലും അങ്ങനെ പറയരുത്. ഞാൻ വളർന്നു വരുന്ന ഒരു യുവപ്രതിഭയല്ലേ. നാളെ ഞാൻ ആരായില്ലെന്ന് ആര് കണ്ടു? ഒരു കലാതിലകമായാലോ, കാവ്യമാധവനെ പോലെയോ മഞ്ജു വാര്യരെ പോലെയോ നവ്യ നായരെ പോലെയോ നാളെ ഞാൻ സിനിമക്കാരി എന്നും വരും. നൃത്തം ഒരു വലിയ മഹാസാഗരമാണ്. ടീച്ചർ അതിൽ മുങ്ങി തപ്പിക്കോളൂ. ഞാൻ അതിന്റെ തീരത്തിരുന്നൊരു ചൂണ്ട കിട്ടോ. മതി മതി മതി, തുടങ്ങാം. താത്തൈ ദിത്തിത്തൈ താത്തൈ ദിത്തിത്തൈ താത്തൈ ദിത്തിത്തൈ താത്തൈ ദിത്തിത്തൈ താത്തൈ ദിത്തിത്തൈ. ഒന്ന് നിർത്തിക്കേ ടീച്ചറെ. ഇവിടെ ഡാൻസ് പഠിപ്പിക്കാൻ ചേർത്തിട്ടേ എന്റെ കൊച്ചിന്റെ കാല് ദേ കണ്ടോ ഈ പരുവത്തിലായി. പറയടി, ഇതിലേത് കുട്ടിയാ നിന്റെ കാല് ചവിട്ടി ഓടിച്ചത്? അതാ ആ കുട്ടിയാ. അയ്യടാ, ഇതാ കുട്ടി. എന്റെ പൊന്നു ടീച്ചറെ, ആനയുടെ അടിയിൽ കൊണ്ടുപോയി ആട്ടിൻകുട്ടികളെ ആരെങ്കിലും കെട്ടുവോ? ഇവനൊന്നും വേറെ ഒരു തൊഴിലുമില്ല. കോമാളിത്തരം കാണിച്ചോണ്ട് നടക്കുന്നു. ചേട്ടാ, ചേട്ടൻ അത് മാത്രം പറയരുത്. ചേട്ടന്റെ മോളെ നൃത്തം പഠിപ്പിച്ചൊരു വലിയ നിലയിലാക്കണമെന്ന് ചേട്ടൻ ആഗ്രഹമില്ല. അതുപോലെ എന്റെ മാതാപിതാക്കൾക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ചേട്ടാ. എന്റെ അമ്മ ആ ആഗ്രഹം സാധിക്കാതെ മരിച്ചുപോയി. ഇപ്പൊ അപ്പന് വേണ്ടി ഞാൻ രാപ്പകൽ നൃത്തം പഠിച്ച് അഭ്യാസം കളിച്ചോണ്ടിരിക്കുക. പിന്നെ കുട്ടികളല്ലേ ചേട്ടാ ഞങ്ങള്. ചട്ടിയും കലോകുമ്പോ തട്ടിയും മുട്ടിയും കിടക്കില്ലേ? ചേട്ടൻ നോക്കൂ, എന്നെങ്കിലും ഒരു ദിവസം ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ നർത്തകരാവും. ഇത് സത്യം, ശരിക്കും സത്യം. ഫോണടിച്ച് എന്താടാ ഗുലാനെ, ആ കില്ലാടി രാജ വന്ന് ഇവിടെ മൊത്തം അടിച്ച് തകർക്കേണ്. ഒന്ന് പെട്ടെന്ന് വാ. ആ ഞാൻ ദേവൻ. ടീച്ചറെ, ഇന്ന് എനിക്ക് ലീവ് വേണം. എന്റെ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഒരു ചെറിയ പ്രശ്നം, അത് തീർത്തിട്ട് വരാം. താങ്ക് യു. അയ്യോ, മറന്നുപോയി. ചേട്ടാ, ഈ കുട്ടിയുടെ ആശുപത്രി ചെലവ് ഞാൻ തരാൻ കേട്ടാ. ഓ, എവിടുന്ന് വരുന്ന ഇതൊക്കെ? ഹലോ, ആംബുലൻസ് സർവീസ്. അതെ, നീ നിന്റെ ആംബുലൻസുമായിട്ട് നമ്മുടെ മാർക്കറ്റിലോട്ടിലെ തട്ടുകടയിലോട്ട് വാ. പ്രശ്നമുണ്ട്, വേഗം വരണം കേട്ടാ. പുറപ്പെട്ടു കഴിഞ്ഞു. അടിത്തറകളിൽ പോയല്ല. ഒരു ലേശം വൈകി. കാരണം എന്താച്ചാ, ഇപ്പൊ കുറച്ച് കാലായിട്ട് നൃത്തത്തിന്റെ അസ്കിതണ്ടേ. ഭരതനാട്യം. ഇതെന്താണ് ഈ തൂങ്ങിക്കിടക്കണത്? സാനിയ മിർസായം പഠിക്കണ മൂക്കി കപ്പലിട്ടേക്കണ്. സ്റ്റാർട്ട് പണ്ടലാം തമ്പി. അതൊക്കെ മുന്നാടി ഒരു ചിന്ന വിചാരം, ഒരു പുലൻ വിചാരം. എന്റെ തട്ടുകടയുടെ ഓപ്പോസിറ്റ് നീ ഒരു തട്ടുകട തുടങ്ങണം എന്ന് അറിഞ്ഞപ്പോ ഞാൻ സന്തോഷിച്ചു. പാവം തമിഴനല്ലേ, നമ്മളെ പാവം മലയാളീസിന് രുചിയോടെ ഇത്തിരി തൈര് സാധവും ഇത്തിരി സാമ്പാർ സാധവും കഴിക്കാവല്ലോ. പക്ഷേ നീ അവിടെ വിളമ്പിയത് മദ്യവും മധുരാക്ഷിയും മയക്കുമരുന്നും. അതുകൊണ്ടാണ് നിന്നെ ഞാൻ ഒറ്റിയത്. എടാ, കുടുംബങ്ങളെ സ്റ്റാർ ഹോട്ടൽ ഉപേക്ഷിച്ച് തട്ടുകട വന്ന് ഭക്ഷണം കഴിക്കുന്ന ടൈമാണ്. ആ നേരത്ത് നിന്നെപ്പോലുള്ള വെടക്കുകൾ വെടക്കത്തരം കാണിച്ചാലുണ്ടല്ലോ, ആ ഫാമിലികൾ 5 സ്റ്റാർ ആവും. അതിന് ഞാൻ സമ്മതിക്കാം. അതുകൊണ്ട് മര്യാദക്ക് എന്റെ പൊന്നുമോൻ തിരിച്ചു പോ. കുഞ്ഞുമോനാണ് പറയണത്. പോടാ കില്ലാടി മോനെ. കൂലാനടി തുടങ്ങിയ പിന്നെ എൻട്രിയിലെ ക്ലൈമാക്സേ ഉള്ളു കേട്ടാ. എന്റെ കൊല്ലല്ലേ തല്ലല്ലേ എന്നൊക്കെ പറഞ്ഞ് കീറിയാലൊന്നും നിർത്തുകയല്ല. പുറയുന്നടിക്കണ ഫൗളല്ലേ?
മൂക്കമ്മലൊക്കെ ഇട്ട് വന്നേക്കാണ് എത്തേണ്ടി ശ്വാസം വിട്ട് ചാവട്ടെ. എന്തൊക്കെ പറഞ്ഞാലും ഗുലാൻ ഒരു സംഭവമാണ്. ഗുലാൻ ഒരു സംഭവം അല്ലടാ. ഗുലാൻ ഒരു വെറും സംഭവമല്ല. ഗുലാൻ ഒരു വ്യക്തിയല്ല. ഗുലാൻ ഒരു പ്രസ്ഥാനമല്ല. ഗുലാൻ ഒരു സംസ്ഥാനമല്ല. ഗുലാൻ ഒരു രാജ്യമാടാ. ഗുലാൻ ഒരു കൺട്രിയാടാ. ഒരു കൺട്രി, ഒരു രാജ്യം.